ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ കൃഷാസ് വ്ലോഗ്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എത്നിക് വെയർ മേക്കപ്പ് ലുക്ക് ആണ്. ഐ ആം വെയറിങ് എ ഹാഫ് സാരി ആൻഡ് ഐ ആം ഗോയിങ് ടു വെയർ എ ഹാഫ് സാരി. അപ്പം ഞാൻ ലൈക്ക് സാരിയുടെ ആ ഒരു ധാവണി എടുത്തിട്ടില്ല. ഇപ്പം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നൈസ് പതുക്കിനെ ഇടാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കപ്പ്. സോ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന എൻ്റെ ഫേസ് പ്രപ്പ് ചെയ്യാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന മിനിമലിസ്റ്റിൻ്റെ ഒരു സലിസിലിക് ആസിഡ് സീറം, ഫേസ് സീറം അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫേസിൽ സീറം ഫൈനായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ സീറം കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ടു പ്രെപ്പസ് മോയ്സ്ചറൈസർ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കെയുടെ സ്കിൻ ആൻഡ് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറാണ്. ഫൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ലിപ് ബാം, ഹിമാലയയുടെ നർസിസ് ലിപ് പ്രിവെൻറ്റ്സ് ഡ്രൈയിങ് ആൻഡ് ചാപ്പിംഗ് വൈറ്റ് ജോം ഓയിലും ക്യാരറ്റ് സീഡ് ഓയിലും ഉള്ളൊരു ലിപ് ബാമാണ് എടുത്തേക്കുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ഓൺലി 40 rupees. സോ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണിത്. ദിസ് പ്രിവെൻറ്റ്സ് ലിപ് ടാപ്പിങ്സ്, ചപ്പ ലിപ്സ്. അടുത്തത് നമ്മൾ നമ്മുടെ മേക്കപ്പ് ബേസിലോട്ട് പോവാണ്. മേക്കപ്പ് ബേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു ഫ്ലോലെസ് മേക്കപ്പ് ബേസ് ആണ്. ഓയിൽ ഫ്രീ മേക്കപ്പ് ബേസ് പ്രൈമറാണ് ഇത്. ഫേസ് ഫൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പോസ് ഉള്ളിടത്താണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്. ആ നോസിൻ്റെ ഭാഗത്തൊക്കെയാണ് ഞാൻ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എനിക്ക് ആ നോസിൻ്റെ ചുറ്റിനും റൗണ്ടഡ് ആയിട്ടാണ് എനിക്ക് പോസ് കൂടുതലുള്ളത്. ഓപ്പൺ പോസ് ആയാലും അല്ലാത്ത പോസ് ആയാലും എനിക്ക് ഈ 2 പോർഷനിലായിട്ടാണ് ഉള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ ഐ ഷാഡോയിലോട്ട് കിടക്കുകയാണ്. ഞാനൊരു ടെമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ, ദാറ്റ്സ് ഓൾ. ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ, അങ്ങനത്തെ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട്. ഞാൻ ഒരു ടെമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ പോലെ കൂട്ടാക്കിയാൽ മതി. ആൻഡ് ഐ ഷാഡോ ഇതിൽ ഞാൻ മാനിറ്റർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. This shade suits for dark skin. ആൻഡ് ഞാനൊരു ദുബായ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഇന്നോ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഏത് ട്രഡീഷണൽ വെയർ, ഏത് എത്നിക് വെയർ ഇട്ടാലും ഞാനൊരു ലൈറ്റ് ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്ത് എൻ്റെ ഇന്നോ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്നോ കോർണേഴ്സും നമ്മുടെ നോസിൻ്റെ ടിപ്പും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ കാജലിലോട്ട് കിടക്കുകയാണ്. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഓവർ ആക്കുന്നില്ല. ഒരു മിനിമലിസ്റ്റിക് മേക്കപ്പ് ലുക്ക് പോലെ തന്നെ ഇരിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഐലൈനറോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് കാജലും മസ്കാരയും ഐ ഷാഡോ മാത്രമേ ഞാൻ എൻ്റെ ഐ ഇടുന്നുള്ളൂ.
കാരണം ഞാൻ അത്ര ഐലൈനർ ഫാനൊന്നും അല്ല. നമുക്കിനി കാജൽ അപ്പർ ഐസിലും ലോവർ ഐസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ കാജൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഞാൻ കാജൽ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ ഒപ്പിച്ച് വയ്ക്കാറുണ്ട്. ആഫ്റ്റർ അപ്ലൈങ് കാജൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം മറ്റേ ഈ ഒരു പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കണ്ണിൻ്റെ ഇടയിൽ കാജലൊക്കെ വരച്ചിട്ട് ലൈക്ക് ലുക്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് എൻവൈബയുടെ ഒരു മോസ് ബ്ലഷ്. ദിസ് ഇസ് ആക്ച്വലി റൊമാൻറ്റിക്. നോ, റോസ്മെരി റൊമാൻസോ അങ്ങനെ കണ്ടതാണ്. ദിസ് ഇസ് എ ബ്രഷ്ലെസ് മേക്കപ്പ് ലുക്ക്. ബ്രഷ് ഇല്ലാത്ത മേക്കപ്പ് ലുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഷും കൈയിട്ട് തന്നെ ഉപയോഗിക്കാം, അല്ല കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. ദിസ് ഗിവ്സ് എൻ അൾട്ടിമേറ്റ് ആൻഡ് അമേസിംഗ് ഷെയ്ഡ്. കുറച്ച് മതി, ഭയങ്കര പിങ്കിഷ് ആയിട്ട് തോന്നും. നമ്മുടെ ചീക്സ് തന്നെ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. ആൻഡ് ഇത് ഭയങ്കര നല്ല മാറ്റിഫൈഡ് ലുക്ക് വരും ഈ നമ്മുടെ ഈ മോസ് ബ്ലഷ് എടുത്തു കഴിഞ്ഞാൽ. ഭയങ്കര മാറ്റിഫൈഡ് ലുക്കാണ് നമ്മുടെ ചീക്സ്. അത് നമ്മൾ എടുക്കുമ്പം ആ ഒരു ഫീൽ അല്ലാണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര മാറ്റാണ്. ഇറ്റ്സ് ലൈക്ക് എ പൗഡർ ബ്ലഷ്. ആഫ്റ്റർ ഞാൻ ഷുഗറിൻ്റെ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മേക്കപ്പ് ലുക്കിന് പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ല. ഞാൻ സാധാരണ മേക്കപ്പ് ചെയ്യുന്ന പോലെ, അതായത് ഞാൻ കൈ കിട്ടിയതൊക്കെ എടുത്തിടും. ആ ഒരു ടൈപ്പ് ഓഫ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത മസ്കാര, ഷുഗറിൻ്റെ മസ്കാര. ഞാൻ കുറേ നാളുകൊണ്ട് ഈ മസ്കാര തന്നെയാണ് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് അബൌട്ട് ടു ക്ലീൻ എംപ്റ്റി ആയി. എനിക്ക് കാജലിട്ട മസ്കാര വന്നിട്ട് ഭയങ്കര നിർബന്ധമാണ്. കാജൽ ഇട്ടിട്ട് എനിക്ക് മസ്കാര ഇട്ടാലും എൻ്റെ ഐ മേക്കപ്പ് എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ തിങ്, my favorite part of the makeup look, bindi. So let's apply bindi too. So bindi apply too. This is not the last and final what step. In lipstick കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലിപ്സ്റ്റിക് ഇസ് കറൻ്റ്ലി മിസ്സിങ് ഹിയർ. മിസ്സിങ് ആണ്, കാണാനില്ല, ലിപ്സ്റ്റിക് കാണാനില്ല. മേ ബി ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് എടുക്കാനുള്ള മടി കൊണ്ടായിരിക്കാം ഞാൻ ഒരു പുതിയൊരു കാര്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐഷാഡോ പാലറ്റിൽ നിന്ന് ലിപ് ബാം യൂസ് ചെയ്ത് ഐഷാഡോ പാലറ്റിൽ നിന്ന് നല്ലൊരു ഷെയ്ഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെ റിസ്ക് എന്ന് പറയുന്നൊരു ഷെയ്ഡ്, റിസ്ക് പറയുന്ന ഷെയ്ഡ് ഞാൻ ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്തോട്ടെ. ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം ഷെയ്ഡ് നമുക്ക് ഐഷാഡോ പാലറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ലിപ്സ്റ്റിക്കിനെ പോലെ അത്ര ലാസ്റ്റിംഗ് കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ ആ ഫുൾ ഫിനിഷ് കിട്ടണമെന്നില്ലെങ്കിലും നമ്മുടെ ഫേവറേറ്റ് ഷെയ്ഡ് നമുക്ക് ഒന്നെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള നമ്മുടെ ഫേവറേറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ, ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്, ഒരു ക്രയോൺ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തൊരു ലുക്ക് തരുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ മൈ വീഡിയോ. ദിസ് ഇസ് മൈ എത്നിക് വെയർ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, പ്ലീസ് ക്ലിക്ക് ദാറ്റ്. അപ്പം ഞാൻ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. സോ ലവ് യു ഓൾ, ബൈ.